2017 പുന്നത്തല നരസിംഹമൂർത്തി വിഷ്ണു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ. മുസ്ലിം മതവിശ്വാസികളുടെ കൂടി സഹായത്തോടെയാണ് അന്ന് പുനഃപ്രതിഷ്ഠ നടത്തിയത്. പിന്നാലെ ഓരോ വർഷവും ക്ഷേത്രത്തിൽ ഇഫ്താർ സംഗമം പതിവായി. ഇത്തരത്തിലുള്ള കൂട്ടായ്മകളാണ് നമ്മുടെ നാട്ടിൽ വളരേണ്ടത്. ജനങ്ങൾ ഭിന്നിപ്പിക്കുവാനും അകറ്റാനുമൊക്കെ പല കോണുകളിൽ നിന്നും ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് അവരെ ചേർത്ത് പിടിക്കാനും ഒന്നിച്ചു നിൽക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 7ാം തവണയാണ് ക്ഷേത്രത്തിൽ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുന്നത്. സമൂഹ നോമ്പുതുറയുടെ മുന്നോടിയായി നടന്ന മതസൗഹൃദ സദസ്സ് തിരൂർ MLA കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുന്നത്തലയിലെ ഈ ക്ഷേത്രം ഒരു നാടിൻ്റെ ഐക്യത്തിൻ്റെ കൂടി പ്രതീകമാണ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അമൃതാതുണ്ട്. നമുക്കിപ്പം അരുൺ, ഈ നമ്മുടെ നാട്ടിൽ ജാതി മതവും ഒക്കെ പറഞ്ഞ് മനുഷ്യനെ ഭിന്നിപ്പിക്കാനൊക്കെ ശ്രമം നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത് നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ നാഴിക്ക് 40 വട്ടം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, കേരളമാണ്, നമ്മളെല്ലാം കേരളീയരാണ്, നമ്മളെ ആർക്കും തകർക്കാൻ പറ്റില്ല, നമ്മുടെ മനോഗതിയെ നമ്മുടെ ചിന്താഗതിയെ ഒന്നും മാറ്റാൻ ഇനി ആര് വിചാരിച്ചാലും സാധിക്കില്ല എന്ന് നമ്മൾ എപ്പോഴും ഭയങ്കര അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരം കാഴ്ചകളൊക്കെ അതിന് അടിവരയിടുന്നതുമാണ്. അപ്പോൾ അരുൺ പറയൂ, എന്തൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ, കാഴ്ചകളൊക്കെ? മലപ്പുറത്ത് ഇതൊന്നും പുതുമയുള്ള കാര്യമൊന്നുമല്ല. എല്ലാ വർഷവും നമ്മൾ കാണുന്ന പതിവുള്ള കാഴ്ച തന്നെയാണ്. എല്ലാ റംസാൻ കാലത്തും നമുക്ക് ഇത് മലപ്പുറത്തെത്തിയാൽ കാണാം. പക്ഷേ ഈ ലക്ഷ്മി നരസിംഹമൂർത്തി വിഷ്ണു ക്ഷേത്രത്തിലെ ഈ ഒരു നോമ്പുതുറയ്ക്ക് ഏറെ സവിശേഷതയുണ്ട്. അത് ഏറെ കാലങ്ങളായുള്ള ആ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ, ആ നാടിൻ്റെ ഐക്യത്തിൻ്റെ ഒക്കെ കൂടി കഥ കൂടിയുണ്ട്. ഈ 2017 ഈ ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. അപ്പോൾ ഈ മുസ്ലിം മതവിശ്വാസികൾ ഭൂരിപക്ഷമായി വരുന്ന ഒരു മേഖലയാണത്. ആകെ ഒരു 30ഓളം കുടുംബങ്ങൾ മാത്രമാണ് ഈ ഒരു ഹിന്ദു മതവിശ്വാസികളായി ഈ ഒരു പ്രദേശത്തുള്ളത്. അപ്പോൾ ഈ ഒരു പുനഃപ്രതിഷ്ഠ അവിടെ സാധ്യമാകുമായിരുന്നില്ല. അപ്പോഴാണ് ഈ മുസ്ലിം മതവിശ്വാസികൾ കൂടി ഈ പുനഃപ്രതിഷ്ഠയ്ക്കായി സഹായവുമായി എത്തുന്നത്. അങ്ങനെ ഒരു റംസാൻ കാലത്തായിരുന്നു ഈ പുനഃപ്രതിഷ്ഠ നടക്കുന്നത്. അവിടെ ആ സമയത്ത് തന്നെ ഒരു നോമ്പുതുറ ഇഫ്താർ സംഗമം ഇവർ സംഘടിപ്പിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അതൊരു പതിവായി. എല്ലാ വർഷവും തുടർച്ചയായി 7 വർഷമാണ്. അതിൻ്റെ ഇടയിൽ 2 വർഷം കോവിഡ് മൂലം ഈ നോമ്പുതുറ നടന്നിട്ടില്ല. ഇപ്പോൾ ആകെ 7 വർഷമായി നടക്കുന്നു. ഇനിയും അത് തുടരുക തന്നെയും. മലപ്പുറത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ഇത് എല്ലാ റംസാൻ കാലത്തും കാണാം.